Hi, sir. Hi. Sir, history പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. Yes, yes. ഈ ഒരു യു പി എസ് സി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Mm. അങ്ങനെ ഒരു സബ്ജക്റ്റ് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. Yes, yes. ഒരു കംപ്ലീറ്റ്ലി എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് യു പി എസ് സിക്ക് വേണ്ടത്. Yes. എനിക്ക് അതിനകത്ത് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതിൽ Okay. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് Mm. അശോക Mm. കലിംഗ യുദ്ധത്തിന് മുൻപേ ആണോ അതോ Ah. ശേഷമാണോ ബുദ്ധിസം സ്വീകരിച്ചത്? അശോക ദ ഗ്രേറ്റ് നമ്മൾ ശരിക്കും മൗര്യൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം ചന്ദ്രഗുപ്ത മൗര്യൻ വരുന്നു, അതിനുശേഷം ബിന്ദുസാര വരുന്നു, ബിന്ദുസാരയ്ക്ക് ശേഷം അശോക വരുന്നു. സോ യൂഷ്വലി നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ അശോക ദ ഗ്രേറ്റ് അദ്ദേഹം ഗ്രേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ശരിക്കും അഡ്മിനിസ്ട്രേഷനിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ധമ്മ ഫിലോസഫി ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത് കലിംഗ വാറിന് ശേഷമാണ്. പക്ഷെ ഒരുപാട് ചരിത്രം അദ്ദേഹത്തിന് തന്നെ കുറെ ശിലാ ശാസനങ്ങളുണ്ട്. മൈനർ ആൻഡ് മേജർ റോക്കറ്റിക്സ് ആദർ ഇൻസ്ക്രിപ്ഷൻസ് ആദർ. അപ്പൊ അതുപോലെ തന്നെ സിലോണിസ് ക്രോണിക്കൽ ദിവവംശ പോലുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈവൻ കലിംഗ യുദ്ധത്തിന് മുമ്പേ അദ്ദേഹം എന്തായിരുന്നു ഇതിന്റെ ഒരു സാധാരണ അനുയായി ആയിരുന്നു. ഹി വാസ് എ കോമൺ ലേ ഫോളോവർ ഓഫ് ദിസ് ബുദ്ധിസം. ഓക്കെ, ശരിക്കും അദ്ദേഹം ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ധമ്മ ഫിലോസഫി ഫോളോ ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുന്നത് മേ ബി കലിംഗ യുദ്ധത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ കലിംഗ യുദ്ധത്തോടു കൂടിയാണ്. പക്ഷെ ചരിത്ര രേഖകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ശാസനങ്ങളിലൊക്കെയുള്ള തെളിവുകൾ പറയുന്നത് he was actually a lay follower of Buddhism in the fourth year of his reign. I mean, even before the Kalinga War, and that is the reality. സർ ആക്ച്വലി അലക്സാണ്ടർ ഇന്ത്യ മുഴുവൻ ഇൻവേഡ് ചെയ്തിട്ടുണ്ടോ സർ? എന്താ അതിന്റെ റിയാലിറ്റി? അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹം ബൈ 326 അദ്ദേഹം ഇന്ത്യ ലൈക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇൻവൈഡ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ എത്തുന്നു, അവിടെ പോറസ് പോലുള്ള ശക്തരായിട്ടുള്ള റൂളേഴ്സിനെയൊക്കെ പരാജയപ്പെടുത്തുന്നു. ബട്ട് ദ റിയാലിറ്റി ഈസ് റീച്ചിങ് നിയർ ടു ദിസ് ബീസ് റിവർ അദ്ദേഹത്തിന്റെ ആർമി ഭയങ്കര ടയേർഡാണ്. കണ്ടിന്യൂസ്ലി ഫോർ മന്ത്സ് ഇയേഴ്സ് കണ്ടിന്യൂസ്ലി ഫൈറ്റിംഗ് ദീസ് വാർസ്. ദേ ആർ റിയലി എക്സോസ്റ്റഡ്. ആൻഡ് ആ സമയത്ത് മൺസൂൺ ക്ലൈമറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്, അതായത് ഈ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ദർ ഈസ് എ സാമ്രാജ്യം കോൾഡ് മഗധ. അതിൽ നന്ദാസ് എന്ന് പറയുന്ന റൂളേഴ്സ് അവർ വളരെ പവർഫുൾ ആണെന്നും അവരുടെ സോക്കോൾഡ് ആർമി മിലിറ്ററി എസ്പെഷ്യലി വാർ എലിഫൻസ് ഒക്കെ അടങ്ങുന്ന മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവർക്ക് ഈവൻ പോറസുമായിട്ട് യുദ്ധം ചെയ്ത് തന്നെ ഇറ്റ്സ് എ ഡിസിസീവ് ബാറ്റിൽ. അയാൾ ഒരു ചെറിയ രാജാവാണ് എന്നുള്ള ഒരു അസംഷനൊക്കെ ഫൈറ്റ് ചെയ്തെങ്കിലും ഇറ്റ് വാസ് രണ്ട് സൈഡിലും വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ആർ ആക്ച്വലി എക്സോസ്റ്റഡ്, വെരി മച്ച് ടയേർഡ്. തന്നെയല്ല മൺസൂൺ ഇവരെ കുറച്ചും കൂടി എന്താ പറയുക ഹോം സിക്ക് ആക്കുന്നു. പിന്നെ ഈ പറയുന്ന നന്ദാസിന്റെ മിലിറ്ററി പവറിനെ കുറിച്ചുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്സ് ഒക്കെ വന്നപ്പോൾ ദേ ആർ നോട്ട് റെഡി ടു ഫൈറ്റ് എനി വാർഡ്സ് മോർ ഓർ എനി മോർ വാർഡ്സ്, ആൻഡ് ബൈ ബീസ് റിവർ ദ റെസിസ്റ്റഡ് ടു ഗോ ഫർദർ. ഓക്കെ, സോ റിയാലിറ്റി എന്താ വെച്ചാൽ അശോക കുറെ അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല. ഫൈനലി അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ ഇന്ത്യ മുഴുവനായിട്ട് കോൺകർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദയായിട്ടുള്ള മഗധ അത് ഭരിക്കുന്ന നന്ദാസ് അവരെ തോൽപ്പിക്കാനോ ഈസ്റ്റേൺ പോർഷൻസ് കോൺകർ ചെയ്യാനോ പറ്റിയില്ല. സോ ഇന്ത്യ മുഴുവനായിട്ട് ഇൻവൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി അതൊരു എന്താ പറയുക തെറ്റായിട്ടുള്ള ആശയമാണ്. സർ, INA ഫൗണ്ടേഷൻ ശരിക്കും ഫോം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണോ അതോ മറ്റാരെങ്കിലും? INA ശരിക്കും രണ്ട് ഫേസസ് ഉണ്ട് അതിന്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇറ്റ്സ് ഇൻ 1942 ഇറ്റ് ഈസ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്, ഒരു ഫോർമർ ബ്രിട്ടീഷ് ആർമിയിലെ ഓഫീസർ, ഇന്ത്യൻ ഓഫീസർ ആയിട്ടുള്ള മോഹൻ സിംഗ് ആണ് അതിനെ ഫോം ചെയ്യുന്നത്. ജാപ്പനീസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം ഇപ്പറേ സൈഡില് ആക്സിസ് പവേഴ്സിൽ ഒരു ഏഷ്യൻ കൊളോണിയൽ പവർ ആയിട്ടുള്ള ജപ്പാൻ ഉണ്ട്. ജപ്പാൻ ബ്രിട്ടീഷിന്റെ ട്രേഡ് പോസ്റ്റ് ഒക്കെ പിടിക്കുന്നു, മലയ സിംഗപ്പൂർ ഒക്കെ പിടിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന സോൾജേഴ്സ്, പ്രിസണേഴ്സ് ഓഫ് വാർ, അവരെ റിക്രൂട്ട് ചെയ്യാണ്. എന്താണ് ഒരു 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 സോ കോൾഡ് ബ്രിട്ടീഷിനെതിരെ പടവരുന്ന ഒരു സേനയെ ഉണ്ടാക്കാനായിട്ട് അവരെ റിക്രൂട്ട് ചെയ്തുണ്ടാക്കിയ ആർമിയാണ് ഈ INA ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മുടെ ക്യാപ്റ്റൻ മൻമോഹൻ സിംഗും ക്യാപ്റ്റൻ മോഹൻ സിംഗും പിന്നെ അദ്ദേഹത്തിനെ സഹായിച്ച ഒരു റവല്യൂഷണറി ഫൈറ്ററാണ് റാഷ് ബഹാരി ബോസ്. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പ്രിസണേഴ്സ് ഓഫ് വാർ അവരെ റിക്രൂട്ട് ചെയ്തുണ്ടാക്കിയ ഒരു ആർമിയാണ്, ബ്രിട്ടീഷിനെതിരെ പടപൊരുതാനുള്ള ആർമിയാണ് INA. അതിനെ റിവൈവ് ചെയ്യുന്നത് സിംഗപ്പൂരിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ വരവോട് കൂടിയിട്ടാണ്. 1943 അതിനെ പിന്നെ വലിയൊരു സേനയാക്കി മാറ്റുന്നത്. ദാറ്റ് വാസ് ബൈ സുഭാഷ് ചന്ദ്രബോസ്. സർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നെപ്പോളിയൻ ഒരു ലിറ്റിൽ കോർപ്പറർ ആണ് എന്നുള്ള രീതിക്ക്. ആള് ശരിക്കും ഒരു പൊക്കം കുറഞ്ഞ നെപ്പോളിയൻ ആളാണ് സർ. ആക്ച്വലി എന്താ പറയാ ഒരു 6 അടി
ഇറ്റ്സ് 5 6 ഇഞ്ച് നീളമൊക്കെയുള്ള നല്ല ഹൈറ്റുള്ള മനുഷ്യർ, ആവറേജ് ഫ്രഞ്ച് സോൾജറിന്റെ ഹൈറ്റുള്ള ആളാണ് ഈ നെപ്പോളിയൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അംഗരക്ഷകർ അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തെക്കാളും നല്ല ഹൈറ്റ് ഉള്ളവരായിരുന്നു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അദ്ദേഹം കുള്ളനായിരുന്നു എന്നല്ല. ഇൻഫാക്ട് അതൊരു പ്രൊപ്പഗാൻഡയാണ്, ബ്രിട്ടീഷ് പ്രൊപ്പഗാൻഡയാണ്. ബ്രിട്ടീഷുകാരുടെ ശത്രുവാണ് അദ്ദേഹത്തെ അവരുടെ സോക്കോൾഡ് കാർട്ടൂൺസിലൊക്കെ പരിഹസിക്കാൻ വേണ്ടി പൊക്കമുള്ള അംഗരക്ഷകരുടെ ഇടയിൽ പൊക്കം കുറഞ്ഞ ആള് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന ഒരു പിക്ചറാണ്. റിയാലിറ്റി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള മനുഷ്യനായിരുന്നു ഈ പറയുന്ന നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. സർ, ആര്യന്മാരാണ് ഇൻഡസ് സിവിലൈസേഷൻ തകർത്തത്. അതിന്റെ വസ്തുത എന്താണ് സർ? ആര്യന്മാർ ആക്ച്വലി ഇൻഡസ് സിവിലൈസേഷൻ തകർത്തു എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായിട്ട് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ഇൻഡസ് സിവിലൈസേഷന്റെ പീക്ക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, ഇറ്റ്സ് കമ്മിങ് ടു ഒരു 2600 BC തൊട്ടിട്ട് 1900 BC അല്ലെങ്കിൽ ഒരു 1800 BC വരെയുള്ള കാലഘട്ടം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആര്യൻസ് ഗോത്രങ്ങളായിട്ട് ഇന്ത്യ ഇൻവേർഡ് ചെയ്യുന്നത് there are different theories. One popular theory is they are Central Asian people. They are nomadic, horse riding people, pastoral communities. പക്ഷെ അവർ ഇന്ത്യയിൽ എത്തുന്നത് 1500 BC കൂടിയിട്ടാണ്. അപ്പോൾ 1900 1800 BC ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മച്ചുവർ അർബൻ ഫേസ് ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഡിക്ലൈൻ ഫേസിലേക്ക് എത്തി. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആര്യന്മാർ ഇവിടെ എത്തുന്നത്. സോ ആര്യന്മാർ കെയിം ആൻഡ് ഇൻവേർട്ടഡ് ഇൻ ദിസ് ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. 1900 1800 to 1500 വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം that is a reason. Mortimer Wheeler theory ആണ്, but it is one of the most weakest theory regarding the decline of Indus civilization. So അത് ചരിത്രപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു ആശയം. സർ, അശോക ശരിക്കും ഓൾ ഇന്ത്യ ഒരു എംപയർ ആയിരുന്നു? അശോക ദ ഗ്രേറ്റ് അദ്ദേഹം ഓൾ ഇന്ത്യ എംപയർ ബിൽഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോർ എക്സാമ്പിൾ മേജർ റോക്കറ്റിക്സ് 13 മേജർ റോക്കറ്റിക് 2 ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം ഈ സൗത്തിലുള്ള റൂളേഴ്സിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നൈബേഴ്സ് ആയിട്ട് ഫ്രണ്ട്ലി നൈബർഹുഡ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ സംഘം ചോളചേര പാണ്ഡ്യാസ്, കേരളപുത്ര, സത്യപുത്ര ഇവരെയൊക്കെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ലി നൈബർഹുഡ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവരെ അദ്ദേഹം കോൺകർ ചെയ്തിട്ടില്ല. ദേ ആർ ട്രിബ്യൂട്ടറി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ദേ ആർ സംതിങ് ലൈക്ക് എന്താ പറയുക, അശോകന്റെ ഈ പറയുന്ന സോവർണിറ്റിക്ക് അംഗീകരിക്കുന്ന ഫ്രണ്ട്ലി സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇവരെ ഒന്നും പിടികൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരെ ഒന്നും മൗര്യൻ സാമ്രാജ്യത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല, അവരെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. അപ്പം മുഴുവൻ ഇന്ത്യൻ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ കാൽക്കലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. Historically, because these Sangam Cholachara Pandyas or this Keralputra, Satyaputra, all are their, friendly neighborhoods. Okay? അങ്ങനെ നമുക്ക് കാണാം. സർ, ഭഗത് സിംഗ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് ആളുകളെ കൊല്ലാനാണോ അതോ അതിന്റെ റിയൽ ഇന്റൻഷൻ? ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ. ഭഗത് സിംഗിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു വെച്ചാല് സെൻട്രൽ അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് അദ്ദേഹം എന്താ വെച്ചാൽ ഈ ചെവിയുള്ളവർ കേൾക്കട്ടെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക കണ്ണുള്ളവർ കാണട്ടെ, നമ്മുടെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇറ്റ് വാസ് എ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ് പാസേജ് ഓഫ് പബ്ലിക് സേഫ്റ്റി ബിൽ ആൻഡ് ദിസ് ട്രേഡ് ബിൽ ആൻഡ് ഓൾ. അത് ശരിക്കും എന്താ വെച്ചാൽ ലേബർ മൂവ്മെന്റ്സിനെ ബ്രിട്ടീഷ് തടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സംഭവമാണ് ഈ സോക്കോൾഡ് പബ്ലിക് സേഫ്റ്റി ബില്ലും ട്രേഡ് ബില്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അവരുടെ മൂവ്മെന്റ്സിനെ തകർക്കുക, അല്ലെങ്കിൽ ഇവിടെ സിവിൽ ലിബർട്ടീസിനെ കർബ് ചെയ്യുക, ഈ ഇന്റൻഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ പാസേജിനെ ചെറുക്കുക, അല്ലെങ്കിൽ റവല്യൂഷണറി സ്പിരിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക കോർട്ട് അറസ്റ്റ് കൈവരിച്ച് ഇവരുടെ എന്താ പറയുക ലൈക്ക് ഇതിനെ കുറേം കൂടി പോപ്പുലറൈസ് ആക്കുക, ഈ റവല്യൂഷണറി അറ്റംപ്റ്റിനെ പോപ്പുലറൈസ് ആക്കുക. അങ്ങനെ താരതമ്യേന വീര്യം കുറഞ്ഞ ബോംബാണ് അദ്ദേഹം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എറിയത്, അതും ആൾക്കാരില്ലാത്ത ഏരിയയിൽ. അപ്പൊ അതിന്റെ ഇന്റൻഷൻ ഈസ് നോട്ട് ടു കിൽ ദ പീപ്പിൾ, ദാറ്റ് ഈസ് ടു റെസിസ്റ്റ് ദിസ് ബ്രിട്ടീഷ് എന്താ പറയുക ഇന്ത്യൻസിന് ഫേവറബിൾ അല്ലാത്ത ബിൽസിന്റെ പാസേജ് തടയുക, കോർട്ട് അറസ്റ്റ് കൈവരിക്കുക, ഈ പറയുന്ന റവല്യൂഷണറി സ്പിരിറ്റിന്റെ ഒരു മാസ് എന്താ പറയുക ഒരു സപ്പോർട്ട് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു അതിന്റെ ഇന്റൻഷൻ. ഔറംഗസേബ് ഒരു ഫോണറ്റിക് റൂളർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ശരിക്കും അത് ആക്ച്വലി കറക്റ്റ് ആണോ സർ? അങ്ങനെ ആയിരുന്നു ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഇൻഫാക്ട് ഹി ഈസ് വൺ ഓഫ് ദ വെരി എന്താ പറയുക ഏബിളസ്റ്റ് എംപറർ ഇന്ത്യ എവർ വിറ്റ്നസ്ഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ പലപ്പോഴും വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. സോ കമ്മിങ് ടു ഔറംഗസേബ്, ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് യെസ് പുതിയ ടെമ്പിൾസിന്റെ കൺസ്ട്രക്ഷൻസ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ടെമ്പിൾസ് ഡിമോളിഷൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഇറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ പൊളിറ്റിക്കൽ സോവർണിറ്റി ഫോർ വിച്ച് ദ റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് സാങ്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്താലേ പൊളിറ്റിക്കലി നിങ്ങളെ സോവറിൻ പവറായിട്ട് അംഗീകരിക്കുള്ളൂ എന്നുള്ളൊരു സംഭവം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ്.
ഔറംഗസേബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ 17-ാം നൂറ്റാണ്ടിലെ ഒരു ലൈക്ക് മിലിറ്ററി എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉത്തർപ്രദേശിൽ സോമേശ്വർ മഹാദേവ് ടെമ്പിളിൽ എത്തുകയും അദ്ദേഹത്തിന്റെ സൈന്യം അവിടെ തമ്പടിക്കുകയും അവിടുത്തെ ബ്രാഹ്മിൻ പ്രീസ്റ്റിന്റെ ഇൻവിറ്റേഷൻ പ്രകാരം അദ്ദേഹം ടെമ്പിൾ സന്ദർശിക്കുകയും ആ ടെമ്പിളിന് എന്താ പറയുക അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ലൈക്ക് ലാൻഡ് ഗ്രാൻഡ്സ് കൊടുക്കുകയും റവന്യൂ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് അതിന്റെ തന്നെ പുറത്തുള്ള ഒരു സോക്കോൾഡ് ഒരു പില്ലറിൽ ഒരു 15 സെന്റൻസിൽ സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ എഴുതിയതിൽ ഈ മഹാനായ രാജാവ് വന്ന് സന്ദർശിക്കുകയും അതിന് ലാൻഡ് ഗ്രാൻഡ്സും റവന്യൂ ഗ്രാൻഡ്സ് ഒക്കെ കൊടുത്തു എന്ന് ആ പില്ലറിൽ തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. So there are lots of such examples where he provided land grants or revenue grants to temples. So that way we can say that he is a religious fanatic. In fact, that situation was, geopolitical situation was so crucial that he had to take steps, that is to establish his sovereignty. Okay, we have to understand that way. സർ 1857 റിവോൾട്ട് അതിന്റെ റിയൽ ലീഡർ ബഹദൂർ ഷാ സഫർ ആണോ അല്ലയോ? 1857 റിവോൾട്ട് ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ബഹദൂർ ഷാ സഫർ ശരിക്കും പ്രായം ചെന്ന് എന്താ പറയുക ബ്രിട്ടീഷിന്റെ പെൻഷനറാണ്. പെൻഷനൊക്കെ വാങ്ങി കഞ്ഞി കുടിച്ച് ചുട്ടപപ്പടവും ചമ്മന്തിയൊക്കെ കഴിച്ച് കഴിയുന്ന ഒരു സമയത്ത് നിയററ്റ് സോൾജേഴ്സ് ലൈക്ക് ഈ പറയുന്ന ബ്രിട്ടീഷിന്റെ സോക്കോൾഡ് കോർട്ട് മാർഷ്യലൊക്കെ വകവെക്കാണ്ട് ചാടി അവര് ഭയങ്കര എന്താ പറയുക വയലന്റ് ആയിട്ടുള്ള സോൾജേഴ്സ് എത്തുന്നു. അവര് ഇദ്ദേഹത്തെ കാണുന്നു. സിംബോളിക്കലി അവർ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ നല്ലതായിരുന്നു മുഗൾ ഭരണം. അപ്പോൾ സിംബോളിക്കലി they wanted coming back of this Mughal rule. So they declared that this Bahadur Shah Zafar is our commander in chief of army, he is our ruler. അതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ അദ്ദേഹം നല്ലോണം പ്രായം ചെന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊണ്ടൊരു ആർമി ഒന്നും ഫ്രണ്ടിൽ നിന്ന് കമാൻഡ് ചെയ്യാനാവില്ല. അപ്പൊ ശരിക്കും റിയൽ പവർ ഗോസ് ടു ദീസ് മിലിറ്ററി കമാൻഡേഴ്സ്. ബട്ട് സിംബോളിക്കലി അദ്ദേഹം എന്തായിരുന്നു ഈ പറയുന്ന 1857 റിവോൾട്ടിന്റെ നേതാവായിട്ട് ഈ പറയുന്ന നമ്മുടെ സോൾജേഴ്സ് ദേ ഡിക്ലെയർഡ് ദാറ്റ് is our symbolic leader. Okay, because our wanted this return of this Mughal empire, Mughal rule that is far better than this British colonial rule. Okay, this much of suppressions and sufferings. So real power goes to these military commanders. That is the reality. സർ ഈ ഭഗത് സിംഗ് അതുപോലെ തന്നെ സുഖദേവ് രാജ്ഗുരു ഇവരുടെയൊക്കെ എക്സിക്യൂഷൻ ഒന്നെങ്കിൽ ഗാന്ധിജി ഇടപെട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തടുക്കായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ കറാച്ചി സെഷനിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ കരിങ്കൊടി കാണിക്കുകയും ഗാന്ധിജിനെ ഭയങ്കരമായിട്ട് ലൈക്ക് എന്താ പറയാ പ്രൊട്ടസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ബിക്കോസ് ഈ പറയുന്ന രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖദേവ് അവരുടെ എക്സിക്യൂഷൻ ഗാന്ധിജി തടുത്തില്ല. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാല് ഗാന്ധിജി ട്രൈഡ് സെവറൽ ടൈംസ്. ആ സമയത്ത് വൈസ്രോയ് ആയിട്ട് ലോർഡ് ഇർവിനോട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സമാധാന ചർച്ചകളൊക്കെ വേണ്ട രീതിയിൽ സുഗമമായിട്ട് പോകണമെങ്കിൽ ഇവരുടെ ഈ പറയുന്ന എക്സിക്യൂഷൻ ഒഴിവാക്കണം. തന്നെയല്ല അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അതായത് സാധാരണ ആയിട്ടുള്ള കോടതി നടപടികളിലൂടെ ശിക്ഷാവിധികൾ നടത്തുന്നതിന് പകരം ഭഗത് സിംഗിന്റെ കേസിൽ ഒരു വളരെ ഫാസ്റ്റ് ട്രാക്ക് ഒരു ട്രിബ്യൂണൽ ബ്രിട്ടീഷുകാർ അറേഞ്ച് ചെയ്തു. വളരെ വേഗത്തിൽ ശിക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടൊക്കെ സെറ്റ് ചെയ്തതിനെ ഗാന്ധിജി നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മുമ്പ് ഗാന്ധി ഇർവിൻ ടോക്ക് സംഭവിച്ചപ്പോഴും അവിടെയും ഗാന്ധിജി ഇവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഈ പറയുന്ന ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ടിംഗ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് അത് ജീവപര്യന്ത ശിക്ഷയിലേക്ക് ഇളവ് ചെയ്ത് കൊടുക്കാനൊക്കെ ഗാന്ധിജി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ ഇർവിനെ വീണ്ടും പോയി കാണുകയും അദ്ദേഹം മേഴ്സി പെറ്റീഷനൊക്കെ അപ്ലൈ ചെയ്യുകയും യാചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗാന്ധിജി. ഈ എക്സിക്യൂഷൻ നടക്കുന്ന ദിവസം അദ്ദേഹം വീണ്ടും ലൈക്ക് എന്താ പറയുക കഴിയുമെങ്കിൽ ഇത് നിങ്ങൾ ഒഴിവാക്കണം, ഫോർ ദ പീസ് ടോക്സ് ആൻഡ് ഓൾ ഈ പറയുന്ന സംഭവം നിങ്ങൾ ഒഴിവാക്കണം എന്ന് അദ്ദേഹം വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് അവരൊരു മേഴ്സി പെറ്റീഷന് തയ്യാറല്ലായിരുന്നു. They don't want to compromise. In fact, അവർ martyrdom preferred rather than this apology. അവരോട് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞു. They are not ready to that. It is better to go for martyrdom than this apology. അതായിരുന്നു അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിജി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് തെറ്റാണ്. പലതവണ ട്രൈഡ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി couldn't do. And this guy is being arrested and sentenced for this killing officers. അപ്പം വയലൻസിന് പിടിക്കപ്പെട്ടവരെ അവർ റിലീസ് ചെയ്തിട്ടില്ല. നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിലുള്ള ആൾക്കാരെ അവരെന്ത് ചെയ്തു, റിലീസ് ചെയ്തിരുന്നു. എനി മോർ ഡൗട്ട്സ്? യെസ്. അപ്പൊ ഇത് ശരിക്കും ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കര രസകരമാണ്. ഒരു ടൈം ട്രാവലിംഗ് ആണ്. ഒരുപാട് പേര് പല രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ചിലത് വസ്തുനിഷ്ഠപരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കണം എന്നില്ല. ചിലത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇപ്പൊ മോഹൻ ചന്ദ്ര എന്ന് പറയുന്ന ഋത്തിക് റോഷന്റെ ഒരു മൂവി ഉണ്ട്.
അപ്പോൾ അതിൽ ശരിക്കും ഇൻഡസ് സിവിലൈസേഷൻ ഒരു രാജാവ് ഉണ്ടായിരുന്നെന്നോ രാജഭരണം ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ അവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നെന്നോ അവർ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നെന്നോ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അതിലുണ്ട്. ഇൻഫാക്ട് അതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷനും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ നമുക്ക് രേഖകളില്ല അവിടെ ഒരു രാജഭരണമായിരുന്നു എന്നുള്ളതിന്. അതിനേക്കാൾ ഉപരി കൈൻഡ് ഓഫ് ഒരു ക്വാസി ഫെഡറൽ കൈൻഡ് ഓഫ് സിസ്റ്റം ആയിരിക്കും അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇനി അതൊരു എന്താ പറയുക ഇരുമ്പയിര് സംസ്കാരമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ അയൺ ടൂൾസ് ഒക്കെ 1000 BC ഓൺവേർഡ്സ് ആണ് ഡിസ്കവർ ചെയ്യപ്പെടുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ എന്റർടൈൻമെന്റ് ഹിസ്റ്ററിയും അക്കാദമിക് ഹിസ്റ്ററിയും ഒരേപോലെ പോയിക്കോണമെന്നില്ല. അത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുക. യെസ്, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഒരു സംഗമമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി മച്ച് ഈസിയർ. Sure, sir. Thank you. താങ്ക് യു. Gallant IAS, chasing your passion to ace.